ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് മോഡേണിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നിരവധിയായിട്ടുള്ള വൈരുദ്ധ്യങ്ങളിൽ അധിഷ്ഠിതമാണെന്ന് തോന്നുന്നു. അതായത് ഒരു ഭാഗത്ത് അത് സെൽഫ് ഇൻട്രസ്റ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് മാഷ് പറയുന്ന പോലെ ഫ്രീഡം അല്ലെങ്കിലും ഫ്രീഡം ഓഫ് ചോയ്സ് എന്നാണ്. ഫ്രീഡം ഓഫ് ചോയ്സ്, സെൽഫ് ഇൻട്രസ്റ്റ്, ദെൻ റൈറ്റ്സ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് കാര്യങ്ങളിൽ അധിഷ്ഠിതമാണെങ്കിലും അതിൻ്റെ പ്രാക്ടീസിൽ ചിലപ്പോൾ മിക്കവാറും വൈരുദ്ധ്യം. അപ്പോൾ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് പണമില്ലാത്തതിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഫ്രീഡം ഓഫ് ചോയ്സ് ഇല്ല. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതും ക്യാപിറ്റലിസത്തിൽ ഏകദേശം ഇത്തരത്തിലുള്ള ഒരു ഇടപാടാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം മാഷ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വൈരുദ്ധ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ലീനിയറായിട്ടുള്ള ഒരു രീതിയിൽ ഇതിനെ വായിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം. പിന്നെ വേറൊരു കാര്യം, മാർക്സ് പിന്നെ സ്റ്റേറ്റിനെ പറ്റിയിട്ടും ഗാന്ധിയുടെയും എനിക്ക് തോന്നുന്നു അത് രണ്ട് പ്രമൈസസ് ഇല്ല കോൺസ്റ്റിറ്റ്യൂട്ട് ഇവരെ ഇത് സ്റ്റേറ്റിനെ പറ്റിയിട്ടുള്ള നോഷൻസൊക്കെ. പക്ഷെ ഞാൻ ഗാന്ധി ഒരു ചിന്തകനാണ്, എനിക്ക് യാതൊരു സംശയമില്ല. പക്ഷെ ഗാന്ധിൻ്റെ പ്രാക്ടീസ്, ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഗാന്ധി അവിടെ വന്നപ്പോൾ അവിടുത്തെ ഒരു ബ്രാഹ്മണനായിട്ടുള്ള ജമ്മീനെ കാണാൻ പോകുന്നത്. അവിടെ ഈ ഗാന്ധി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ അദ്ദേഹമായിട്ടുള്ള കൺവെർസേഷൻ എന്ന് പറയുന്നത് ജനലിൻ്റെ ഉള്ളിലൂടെ ഗാന്ധിയോട് സംവദിക്കുന്ന ഒരു ബ്രാഹ്മണനായിട്ടുള്ള ജമ്മീൻ്റെ കാര്യമാണ്. അപ്പോൾ ഗാന്ധി അത് കൃത്യമായിട്ട് ആ ജാതിയുടെ എല്ലാ റൂൾസും എന്താ പറയുക അനുസരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഗാന്ധിൻ്റെ അതേസമയത്ത് മാർക്സിനെ സംബന്ധിച്ചോളം ഇത് അനുസരണയുടെ കാര്യമല്ല, പാലായനത്തിൻ്റെ കാര്യമാണ്. ഈ എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം മാഷ് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു അടുത്ത ചോദ്യം. രണ്ട് ലോഡഡ് ആയിട്ടുള്ള